അങ്ങനെ ഗൂഗിളിന്റെ ലോഞ്ച് ഇവന്റ് കഴിഞ്ഞിരിക്കുകയാണ്. 4 ഫോണും 2 ബഡ്സും അതുപോലെ തന്നെ ഒരു വാച്ചാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ എങ്ങനെയുണ്ടായിരുന്നു ഇവന്റ് എന്ന് പറയാം. സാധാരണ എല്ലാ ഇവന്റുകളെ പോലെ തന്നെ ഞങ്ങളാണ് കേമന്മാരെന്ന് പറഞ്ഞിട്ട് തള്ളി ഇവന്റ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഈ ഇവന്റ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ആപ്പിൾ ഇന്റലിജൻസിന്റെ ഇവന്റ് ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും ഫുൾ എഐ തന്നെയാണ് അവർ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഫോൺ റിലീസ് ചെയ്തതെന്ന് മാത്രമല്ല, അല്ലാതെ വലിയ തോതിൽ അതിനെക്കുറിച്ച് അവർ വർത്താനം പോലും പറയുന്നില്ല. പക്ഷേ ഒരു വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിൾ കുറേ നേരം ഇരുന്ന് തള്ളി. ആ തള്ള് കേട്ടിട്ട് കുറേ പേര് ഫോൺ മേടിച്ചു. പക്ഷേ ഫോൺ മേടിച്ചവർക്കൊന്നും ഫീച്ചേഴ്സ് കിട്ടിയില്ല. അതിനുവേണ്ടി മാസങ്ങളോളം കാത്തിരിക്കേണ്ട വന്നു. മാസങ്ങളോളം കാത്തിരുന്നിട്ട് പോലും ആ കിട്ടിയ ഫീച്ചേഴ്സ് പകുതിയോളം നല്ലതുപോലെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ബാക്കിയുള്ളത് വരും മക്കളെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുക എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. എന്നാൽ ഗൂഗിളിന്റെ അവസ്ഥ അങ്ങനെയല്ല. അവർ തരും എന്ന് പറഞ്ഞാൽ തന്നിരിക്കും. കാരണം നമുക്ക് ഇപ്പോൾ തന്നെ ഈ പിക്സൽ 10ന്റെ ഒക്കെ റിവ്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. അവർക്ക് അവർ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോ ഡിവൈസസ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പിക്സൽ ഫോൺസിൽ തുടങ്ങാം. ഇതിൽ ഞാൻ ഫുൾ സ്പെക്സ് ഒന്നും പറയുന്നില്ല. എവിടെയൊക്കെയാണ് ചേഞ്ചസ് ഉള്ളത് ആ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ആദ്യം തന്നെ അതിന്റെ ഡിസൈൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡിസൈൻസിൽ ഒരു ചേഞ്ച് ഇല്ല, സെയിം ഡിസൈൻ തന്നെയാണ്. ബിൽഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ ബിൽഡിൽ ഒരു ചേഞ്ചസ് ഇല്ല. ആകെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഫോൾഡിലാണ്. ഫോൾഡിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന IPX8 റേറ്റിംഗ് ആയിരുന്നു. എന്നാൽ അത് മാറ്റിയിട്ട് IP68 റേറ്റിംഗ്. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഇതിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ആകെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് പിക്സൽ 10ൽ മാത്രമാണ്. വേറെ ഒരു ഇതിലും ഒരു വ്യത്യാസമില്ല. പിക്സൽ 10ൽ വന്നൊരു ചേഞ്ചസ് എന്ന് പറയുന്നത് പുതുതായിട്ട് അവർ ടെലിഫോട്ടോ ക്യാമറ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് 5x വരെ ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ടും ചെയ്യുന്നതായിരിക്കും. 20x വരെ ഒക്കെ ഒരു ഡിജിറ്റൽ സൂം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിന് പകരമായിട്ട് അവർ ഉണ്ടായിരുന്ന 50+48 MBന്റെ ക്യാമറ സെറ്റപ്പ് മാറ്റിയിട്ട് 48+10.5ന്റെ ഒരു ടെലിഫോട്ടോ പ്ലസ് 13 MBന്റെ അൾട്രാ വൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കുകയാണെങ്കിൽ ആകെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ ബ്രൈറ്റ്നസ് കൂടിയിട്ടുണ്ട്. സാധാരണ പിക്സലിലും അതുപോലെ തന്നെ ഫോൾഡിലും 2700 നിറ്റ്സ് ആയിരുന്നത് 3000 നിറ്റ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. പ്രോയിലും എക്സിലും 3000 നിറ്റ്സ് ആയിരുന്നത് 3300 നിറ്റ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ചേഞ്ച് എന്ന് പറഞ്ഞ പ്രൊസസറിലാണ്. എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ടെൻസറിന്റെ G5 പ്രൊസസറാണ്. അത് ഈ തവണ നിർമ്മിക്കുന്ന TSMC ആണ്. പിന്നെ അതിലൊരു ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ 35% ഒരു പവർ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന വയസ്സാണ്. എങ്കിൽ പോലും ഇപ്പോൾ ആൻഡ്രോയിഡ് ഡിവൈസസിൽ കേമൻ സ്നാപ്ഡ്രാഗൺ തന്നെയാണ്. പക്ഷേ ഇത് കുറച്ചും കൂടി AI ഫീച്ചേഴ്സിന് നല്ലതാണെന്നാണ് എല്ലാവരും ഒരു വെപ്പ്. പിന്നെ ഒരു ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ബാറ്ററി ഡിപ്പാർട്ട്മെന്റിലാണ്. എല്ലാ മോഡൽസിന്റെയും ബാറ്ററി മാറിയിട്ടുണ്ട്. അത് ഇത്രയൊക്കെയാണ് ചേഞ്ചസ് എന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. പിന്നെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചാർജിങ് സ്പീഡിലാണ്. 27 വാൾട്ട് ഉണ്ടായിരുന്നതെല്ലാം 30 വാൾട്ട് ആയിട്ടുണ്ട്. പ്രോയിലും അതുപോലെ തന്നെ 10ലും ഒക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾഡിൽ 21 വാൾട്ട് ആയിരുന്നത് ഈ തവണ 30 വാൾട്ട് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സലിൽ 37 വാൾട്ട് ആയിരുന്നു 45 വാൾട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വയർലെസ് ചാർജിംഗിൽ സാധാരണ മോഡലിൽ 15 വാൾട്ട് ആയിരുന്നു. അത് അതേപോലെ തന്നെ നിർത്തിയിട്ടുണ്ട്. ഫോൾഡിൽ 7.5 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് ആയിരുന്നു. അതിപ്പോൾ ഒരു 15 വാൾട്ട് ചാർജ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ എനിക്ക് മനസ്സിലാവാത്ത കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോ വേരിയന്റിൽ 21 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് ആയിരുന്നു. അത് ഈ തവണ 15 വാൾട്ടായിട്ട് കുറയ്ക്കുകയാണ് ചെയ്തത്. എക്സൽ നോക്കുകയാണെങ്കിൽ 23 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് 25 വാൾട്ടായിട്ട് അവർ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആപ്പിൾ മാക്സേഫ് കോമ്പാറ്റബിൾ ആയ എല്ലാ പ്രൊഡക്റ്റുകളും ഇതിലും കോമ്പാറ്റബിൾ ആയിരിക്കും. പിന്നെ പ്രൈസിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ പ്രൈസ് ഇമ്പ്രൂവ്മെന്റ് അല്ല, സെയിം തന്നെയാണ്. ആകെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഫോൾഡിന്റെ വില 2000 രൂപ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഇനി വാച്ച് 4ന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ വലിയ തോതിൽ ചേഞ്ചസ് ഒന്നുമില്ല. ആകെ 2000 നിറ്റ്സ് ബ്രൈറ്റ്നസ് ആയിട്ടുണ്ട്. പിന്നെ കുറേ AI ഫീച്ചേഴ്സ് വന്നു. അതുപോലെ തന്നെ ഒരു ഫിറ്റ്നസിന്റെ ഒരു ആപ്പൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വാച്ചിൽ വന്നൊരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈഫ് സേവിംഗ് ആയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാർഡിയോ, നമ്മൾ ഹെയർ റേറ്റ് ഒക്കെ ട്രാക്ക് ചെയ്യുന്നത്, പിന്നെ നമ്മളെ പൾസ് ലോസ് ആവുന്നുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്ത് നമ്മളെ വാൺ ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതെനിക്കൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇനി ഈ ബഡ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ പ്രോ ബഡ്സിൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. അവർ ഉണ്ടായിരുന്ന ANC കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തെന്ന് പറയുന്നത്. സൗണ്ട് ക്വാളിറ്റി കൂടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് AI ഫീച്ചേഴ്സ് ഇതിലേക്കും കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അല്ലാതെ വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ഇതിൽ വന്നിട്ടില്ല. പക്ഷേ ഇമ്പ്രൂവ്മെന്റ് വന്നിരിക്കുന്നത് ബഡ്സ് 2AI അതിൽ വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ANC ഉണ്ടായിരുന്നില്ല. ഈ തവണ ഒരു ANC കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിലും കുറേ AI ഫീച്ചേഴ്സ് ഒക്കെ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇവന്റിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ AI ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. ആദ്യം പറഞ്ഞാൽ മാജിക് ക്യൂബ് എന്ന് പറയുന്ന സാധനമാണ്. ഇത് അവർ വിളിക്കുന്ന ഒരു ഡിജിറ്റൽ മൈൻഡ് റൈഡർ എന്നൊക്കെയാണ്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ കാമുകി ചോദിക്കുകയാണ്, ചേട്ടൻ എപ്പോഴാണ് റൂം ബുക്ക് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തപ്പി എടുത്ത് കൊണ്ടുവരുന്നതിന് പകരം താഴെ സജഷൻ വന്നിട്ടുണ്ടാവും. ആ മെസ്സേജ് റീഡ് ചെയ്ത് AI മനസ്സിലാക്കും ഈ കാര്യമാണ് ചോദിച്ചത്. അതുപോലെ തന്നെ കാമുകിയൊക്കെ ചേട്ടൻ്റെ പട്ടീൻ്റെ ഫോട്ടോ ഇട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാലറി പോയിട്ട് ഫുൾ സെർച്ച് ചെയ്യുന്നതിന് പകരം ഈ AI അത് കണ്ടുപിടിച്ച് ആ ഫോട്ടോ മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇട്ട് കൊടുക്കാൻ സുഖം. അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു AI കോച്ച് എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പഠിപ്പിക്കും. നമ്മൾ ഒരു ഇങ്ങോട്ടാണ് ഫോട്ടോ എടുക്കാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്യാമറ മുകളിലേക്ക് കൊണ്ടുപോകാൻ പറയും, സൂം ആക്കാൻ പറയും, ഇങ്ങനെ ആംഗിൾ മാറ്റാൻ, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ്. ഇത് വെച്ചിട്ട് മാരക ഫോട്ടോസൊന്നും കിട്ടില്ല. പക്ഷേ ഒരു തരി പോലും ഫോട്ടോ എടുക്കാൻ അറിയാത്തവന്മാരാണെങ്കിൽ ഒരു ഡീസൻറ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉപകാരപ്പെടുന്നതായിരിക്കും. അടുത്തൊരു സാധനം എന്ന് പറയുന്നത് AI ഫോട്ടോ എഡിറ്ററാണ്. അതിൽ നമ്മൾ ഫോട്ടോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എങ്ങനെയാണ് ഫോട്ടോ വേണ്ടതെന്ന് വെച്ചാൽ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ അവർ എഡിറ്റ് ചെയ്ത്. ഈ ലോഞ്ചിൻ്റെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമായിട്ട് തോന്നുന്നത് ഇത് മാത്രമാണ്. ബാക്കിയൊന്നും എനിക്ക് വലിയ പിടിച്ചിട്ടില്ല. പിന്നെ ഒരു സാധനം എന്ന് പറയുന്നത് AI ട്രാൻസ്ലേറ്റർ സാധനമാണ്. നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷ് മാത്രം അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളം മാത്രം അറിയാം എങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് വേറെ ഭാഷയാണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ AI നിങ്ങൾക്ക്
ട്രാൻസ്ലേറ്റ് ചെയ്ത് സെറ്റാക്കി തരുമെന്നാണ് പറയുന്നത്. അവർ ലോഞ്ച് ഇവന്റിൽ കാണിച്ചപ്പോൾ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഹോസ്റ്റ് ബോസിന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നിയത്. കാരണം പുള്ളി പറയുന്നതൊന്നും അല്ല കേൾക്കുന്നത്. ഇത് മിക്കവാറും അപ്പനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് കേൾക്കുന്ന അവസ്ഥയാണ്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഒരു ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ഫിറ്റ്നസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ പ്രോ എക്സൽ, പ്രോ ഫോൾഡ് അങ്ങനെ സാധനമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ 1 വർഷത്തെ ജെമിനിന്റെ Veo3ന്റെ ഒക്കെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് തരുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് വേണ്ടവർക്ക് ഈ ഫോൺ എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഗൂഗിളിന്റെ ഇവന്റിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക.